ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലല്ലോ. ഞാൻ എന്ത് ഇപ്പം നിങ്ങൾ വന്നിട്ട് അങ്ങ് കൊല്ല എന്തും തരും, എൻ്റെ സ്വാതന്ത്ര്യമാണത്. എന്നെ പിടിച്ച് ഉള്ള ഇടത്തില്ലേ തൂക്കിക്കൊല്ലില്ലേ? അങ്ങനെയില്ല. സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുണ്ട്. അങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലെന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു സിനിമ പറയരുത്? എന്തിനാണ് അങ്ങനെ ഒരു സാധനം, ഇത് മനസ്സിൻ്റെ ഏഴയില്ലാത്ത ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനൊരു സാധനം പറയുന്നത്? വേറെ എന്തെല്ലാം കഥകൾ പറയാം. എത്ര പുണ്യമായ കാര്യമാണ് ഒരു സഹോദരനും സഹോദരി എന്നുള്ളത്, സഹോദരങ്ങൾ എന്നുള്ളത്, അമ്മയും അച്ഛനും എന്നുള്ളത്. മാർക്കോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, അമ്മ ഒന്ന് കാണണം. അതിനകത്ത് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയോ ഓരോ കൊല ചെയ്യുന്നത്, ഇങ്ങനെ വലിച്ച് കീറുന്നതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. കണ്ണകലുമ്പോൾ കൽബകലും എന്നൊരു പറച്ചിലുണ്ട്. അത് കറക്റ്റായ കാര്യമാണ്. ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നതും സഹോദരങ്ങളെ തലക്കടിച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ബന്ധങ്ങൾ വേണം. നിങ്ങൾ ആ കലൂര് ഭാഗമില്ലേ, സ്റ്റേഡിയത്തിൻ്റെയൊക്കെ 4 സൈഡ് ചുമ്മാ ഒന്ന് കറങ്ങി നോക്ക്. അവിടെ സ്റ്റൈലിഷായിട്ട് എന്നാണ് പെൺകുട്ടികൾ മറ്റേ സിഗരറ്റൊക്കെ ഇങ്ങനെ വലിക്കുന്നത്. അത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. ഇപ്പം മലബാർ എന്നൊക്കെ പറഞ്ഞത് വളരെ അരോചകമായ സാധനമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് ഇതുപോലെ സിന്തറ്റിക് അടിച്ചിട്ട് വന്നൊന്നും ബോധമില്ലാതെ നിൽക്കുന്നവർക്കായിരിക്കും. ബോധത്തോടെ ഇരുന്ന ഒരു പക്ഷേ ഒരു പരിധി വരെ ഇത് കാണാൻ പറ്റില്ല. 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ് എവറി ഇയർ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 25,000 കോടി രൂപയുടെ. അപ്പോൾ എന്തുമാത്രം ഒരു ബെൽറ്റായിരിക്കും അത്. നമ്മുടെ ചിപ്സും മറ്റ് സാധനങ്ങളും കവറിനകത്താണ് വിൽക്കുന്നത്. അത് വിൽക്കാം, നമ്മളത് ഇട്ടുകൊണ്ട് പോകുന്ന കവറിലാവും. കോമഡി നിയമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും നല്ല സാധനമാണ് തന്തവൈബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്തവൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് തന്തവൈബാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളെ പറ്റിയിട്ടുള്ള വിമർശനം ചർച്ചയാവുന്നുണ്ട്. ഒരുപാട് വെബ്സൈറ്റുകൾ അതിനെപ്പറ്റി ഫിറോസ് ഖാൻ പറഞ്ഞതായി എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരിച്ചതായി എഴുതുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് അതിന് മാത്രം ഒരു ഹീനമായ കുഴപ്പമുണ്ടോ? ഇപ്പം ഇറങ്ങുന്ന എല്ലാ സിനിമകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അത്രമേൽ വയലൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്ത്, നെഗറ്റീവിനെ ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന സിനിമകളെക്കുറിച്ച് മാത്രമാണ് ഞാനതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, അതായത് എത്രമേൽ ഡാർക്ക് ഏജ് സ്റ്റേജിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഓരോ ദിവസത്തെ ന്യൂസ് നോക്കുമ്പോഴും ഇതൊക്കെ പണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ സിനിമകളിലാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത്. മലയാള സിനിമകൾ പോലും ഇത്തരം കഥകൾ പറയാൻ പറ്റില്ല, കാരണം അത് ഫാൻറ്റസിയാണ്, അത് കെട്ടുകഥയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ സിനിമകളിലാണ് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നത് കാണിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇതൊന്നും കേരളത്തിൽ ഇങ്ങനൊരു സംഭവമേ ഉണ്ടാവില്ല, ഒട്ട് ഇന്ത്യയിൽ പോലും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ട്. അതിൽ നിന്ന് മാറിയിട്ടാണ് കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളെക്കാളും മറ്റ് സംസ്ഥാനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നതൊരു വളരെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് പല കാര്യങ്ങൾ, ഈ കുറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രം അല്ല അപ്പോൾ നമ്മൾ കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല കുറ്റം പറയേണ്ടത്. ഇതിന് നമ്മുടെ ലിവിങ് എൻവയറമെൻറ്റ് മൊത്തം ഇതിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ല രീതി, എല്ലാ കാര്യങ്ങളും ബാധിക്കും, ഒരുപാട് കാര്യങ്ങൾ ബാധിക്കും. ഒരു കാര്യം മാത്രമല്ല ഒന്നിനെ ബാധിക്കുന്നത്. അപ്പം അതിൽ പ്രധാനം ഈ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, അതായത് വിഷ്വൽ എഫക്റ്റുകൾ. വിഷ്വൽ പെട്ടെന്ന് നമ്മളെ ബ്രെയിനിലേക്ക് കയറുന്നൊരു സാധനമാണ്. അതിന് ഭയങ്കരമായി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ പോലെയുള്ള സിനിമകൾ പല നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ബ്രെയിനിലേക്ക് കടത്തിവിടുന്നത്. കാരണം അതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, ബ്രൂട്ടലിൻ്റെ എക്സ്ട്രീം രീതികളാണ് കാണിക്കുന്നത്. എന്നാൽ അതിനൊരു കാരണമില്ല. പിന്നെ പണ്ട് വില്ലത്തരങ്ങൾ, അതായത് നെഗറ്റീവ് ഷെയ്ഡുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് വില്ലന്മാരായിരുന്നു. വില്ലന്മാരെ പണ്ടത്തെ സിനിമകൾ ശ്രദ്ധിച്ചാൽ മതി. അതും ഇത്ര പോലെ ബ്രൂട്ടലല്ല ഞാൻ പറയുന്നത്, എങ്കിൽ പോലും നെഗറ്റീവ് വശങ്ങളെ കാണിച്ചിരുന്നത് വില്ലന്മാരിൽ കൂടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മളൊരു വേറൊരു മൈനസിലേക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതൊന്നാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇന്ന് നായകന്മാരാണ് വില്ലത്തരം കാണിക്കുന്നത്. ആ വില്ലത്തരം ചെറിയ വില്ലത്തരമല്ല, ഏറ്റവും വലിയ ബ്രൂട്ടൽ കാണിക്കുന്നത് നായകന്മാരിൽ കൂടി പഞ്ച് മ്യൂസിക്കും കൊടുത്ത് ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ കുട്ടികളിലേക്ക് ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗ്ലോറിഫൈ, അതായത് അങ്ങനെ ഇതൊരു കുറ്റമല്ല എന്ന രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു കോളേജ് പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യുന്നുണ്ട്. അതിനൊരു കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു പ്രൊഫസർ, നമ്മൾ ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവരെന്നോട് പറഞ്ഞതാണ്, എൻ്റെ മകള് 10th പഠിക്കുകയാണ്, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്ക് അവളുടെ ഒരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചെന്ന്. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ആ കുട്ടി വന്നിട്ടൊരു ദിവസം അമ്മയെടുത്തോട്, അമ്മ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്,
അമ്മ ഒന്ന് കാണണം. അതിനകത്ത് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണെന്നറിയോ ഓരോ കൊല ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ച് കീറുന്നതൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ. തലയൊക്കെ ഇങ്ങനെ കൊണ്ട് അടിച്ച് അതിനെ പട്ടിയൊക്കെ ഇങ്ങനെ കടിച്ച് കീറി, അതായത് ഓരോ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളെയും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ കുട്ടി ഒരമ്മയോട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ ഇതൊക്കെ കൊല തന്നെയല്ലേ, ഇതിനെങ്ങനെ ബ്യൂട്ടിഫുള്ളാവുന്നതെന്ന്. അതൊക്കെ അമ്മക്ക് കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാവുന്നു. അപ്പോൾ ആ കൊലയെ സൗന്ദര്യമായിട്ടാണ് പുതുതലമുറ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പക്വത എത്തുന്നതിന് മുമ്പേ ഉള്ള കുട്ടികൾ ചെയ്യുന്ന അക്രമങ്ങൾ മൊത്തം ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ചെറു കുട്ടിയായിരിക്കെ തന്നെ, അതായത് 3-4 വയസ്സുള്ള കുട്ടികൾ മൊബൈലിൽ തുടങ്ങുന്ന ഗെയിമിൽ തുടങ്ങുന്നുണ്ട് ഇത്. അതായത് നിങ്ങളൊരു ഗെയിം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രൈക്ക് ഗെയിമുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് എതിരെ ഉള്ള ആൾക്കാരെ എനിമീസായിട്ടാണ് ഇവർ കാണുന്നത്. അവരെ എങ്ങനെ കൊല്ലാം അതാണ് ഇവരുടെ മനസ്സിൽ വരുന്നത്. അതിനെ അവർ പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കൊല്ലുക. അത് ബ്യൂട്ടിഫുൾ എന്ന പദമാണ് അവരുടെ മനസ്സിൽ. മനസ്സിലായി. പണ്ടുള്ള തലമുറ എല്ലാം നമ്മുടെ ആൾക്കാർ പറയുന്നത് പോലെയല്ല. അതിനെ എങ്ങനെ കൊല്ലാം എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. എന്നിട്ട് ആ കൊല്ലുമ്പോൾ അത് വിജയിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യം. ഇത് കുട്ടിക്കാലത്ത് തുടങ്ങുന്നു. പിന്നെ ഈ സിനിമകൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്കിയുള്ള നമ്മളെ ലിവിങ് എൻവയറൺമെൻറ്റ്. പ്ലീസ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊലയാളി ബീഹാറിലെ 13 വയസ്സുകാരൻ ഒരു പയ്യനാണ്. കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ്. റിപ്പർ ചന്ദ്രനാണ് കേരളം ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്ത സീരിയൽ മാസ് മർഡറർ. അയാളുള്ളതും 20 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം മീഡിയ കുറച്ചും കൂടി ഈ കാര്യങ്ങളെ ഫോർ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണ്ടേ കരുതാൻ. മൊത്തം പഴിയും സിനിമയുടെ പുറകിലും പുതിയ ജനറേഷൻ്റെ മേലെയും അടിച്ചേൽപ്പിക്കുന്ന ശരിയല്ല. എല്ലാ കാലത്തും അക്രമമുണ്ട്, അങ്ങനെയല്ലേ ഉള്ളൂ. അതെ, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കാലത്തുമുള്ള അക്രമങ്ങളെക്കാളും പെരുകിയത് ഏത് കാലത്താണ്? മറ്റേത് ഒറ്റപ്പെട്ട ഒരു റിപ്പർ ചന്ദ്രനുള്ള മലബാർ ഏരിയയെ ഭരിച്ചിരുന്ന ഒരാളായിരുന്നു റിപ്പർ ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതാണ് റിപ്പർ ചന്ദ്രൻ. അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. അന്ന് രാത്രി കാലങ്ങൾ ആൾക്കാർക്ക് മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാനുള്ള പേടിയുണ്ടായിരുന്നു. ആ റിപ്പർ ചന്ദ്രൻ പോലും അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരേ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അമ്മയൊന്ന് കാണണമെന്ന്. ഈ അമ്മ കാണാൻ ജയിലിൽ ചെല്ലുകയും ഇയാൾ അമ്മയുമായിട്ടുള്ള സംവാദത്തിനിടയ്ക്ക് അത് അഴിയിൽ കൂടി ജയിലിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പം അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ ജയിലിൽ അഴിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഉറക്കം നിലവിളിക്കുന്ന സൗണ്ട് കേട്ടാണ് വാർഡൻ ഓടി വന്ന് പിടിച്ചപ്പോൾ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അയാൾ. അപ്പോൾ ഇയാൾ നിറ കണ്ണുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്നെനിക്ക് തൂക്കുകയർ കിട്ടില്ലായിരുന്നു, ഞാൻ ഒരു കൊലയും ചെയ്യില്ലായിരുന്നു. അന്ന് എൻ്റെ തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്ത് എൻ്റെ അമ്മ എന്നോട് കാണിച്ചു. അന്ന് ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു പെൻസിൽ മോഷ്ടിച്ചുകൊണ്ട് വന്നാലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ അമ്മ അതൊന്നും എൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞു തന്നില്ല. അതൊക്കെ നല്ലതാണെന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ അങ്ങനെ ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് വന്നത്. അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്, ഒരാൾ സാഹചര്യങ്ങളും അവരെ ഭയങ്കരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിനകത്തുള്ള പേരൻറ്റിങ്ങിലേക്ക് വരാം. ഇപ്പോഴത്തെ പേരൻസ് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ഇതൊരു സാധാരണ ഒരു ദിവസം നിങ്ങൾ ന്യൂസ് എടുത്താൽ മൾട്ടിപ്പിൾ ന്യൂസാണ് ഇത്തരം ബ്രൂട്ടൽ രീതികളിൽ വരുന്നത്. മൾട്ടിപ്പിൾ ന്യൂസാണ്. പണ്ട് അങ്ങനെയല്ല, മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉദാഹരണം, പണ്ടത്തെ കാലത്ത് 1-2 പേരുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടി വരും, ഇത്തരം കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എല്ലാവരും അതിനകത്ത് കുറ്റക്കാരാണ്. നിയമവ്യവസ്ഥിതി കുറ്റക്കാരാണ്. പിന്നെ നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, സുഹൃത്തുക്കൾ എല്ലാവരും ഇതിനകത്തല്ല. ഒരാൾ ഒറ്റയ്ക്കൊരു സംഭവമായി മാറില്ല. അപ്പോൾ ഇനി പേരൻസിലേക്ക് വരാം. പേരൻസിൽ വരികയാണെങ്കിൽ നമ്മൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രീതിയിൽ പ്രശസ്തനാകാനൊരു കാരണം ഒരമ്മയാണ്. അത് ഒരു കഥയാണെന്ന് പറയാം. അതായത് ഒരു ദിവസം എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ എൻ്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ ആദ്യം ലെറ്റർ വായിച്ചപ്പം ഫേസിൽ ചെറിയൊരു വ്യഗ്രത വന്നു. അപ്പോൾ മോൻ ചോദിച്ചു, എന്താ അമ്മ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് വേറൊന്നുമല്ല, മോന് ആ സ്കൂളിലെ ടീച്ചർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മോൻ അവിടുത്തെ ഏറ്റവും വലിയ ബ്രില്യൻ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ്, മോനെ പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു ടീച്ചേഴ്സും അവിടെ ഇല്ല, അത്രമേൽ ബ്രില്യൻ്റാണ്, അതുകൊണ്ട് വലിയ സ്കൂളിൽ മോനെ ചേർക്കണം എന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവന് അഭിമാനം വന്നു. പിൽക്കാലത്ത് നമ്മൾ ഇന്നറിയപ്പെടുന്ന ഒരാളതിന് ശേഷം അവൻ്റെ വീട്ടിലിങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ലെറ്റർ കിട്ടി. ആ ലെറ്ററിൽ അന്ന് എഴുതിയിരുന്നത് എന്തായിരുന്നെന്ന് പറഞ്ഞാൽ, നിങ്ങളെ കുട്ടിയെപ്പോലെ ഒരു ബുദ്ധിയില്ലാത്തൊരു കുട്ടിയില്ല, ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഇവന് വേറെ എന്തെങ്കിലും ജോലിക്ക് വിടൂ എന്നുള്ളതാണ് ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അന്ന് പക്ഷേ അമ്മ എന്താണ് ചെയ്തത്?
ഇന്നുള്ള അമ്മമാരായിരുന്നെങ്കിൽ, ഇന്നുള്ള പേരൻസ് ആയിരുന്നെങ്കിൽ, ഒരു 80% പേരൻസ് ആയിരുന്നെങ്കിൽ അടി കൊടുക്കുകയും ദേഷിക്കുകയും ഇങ്ങനെയല്ലേ കാണിക്കുന്നത്, ഡിമോട്ടിവേഷൻ ചെയ്യുന്നത്. പക്ഷെ അന്ന് ആ കാലത്ത് ആ അമ്മ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവന് മോട്ടിവേറ്റ് ചെയ്ത് അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണം, അവൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം. അതാണ് തോമസ് ആൽവ എഡിസൻ്റെ കഥ. അപ്പോൾ പേരൻറ്റിങ് ഒരു പരിധി വരെ നമ്മളെ കുട്ടികളെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചിട്ട് വന്നുകൊണ്ട് എടുത്തിട്ട് അടിക്കുകയല്ല വേണ്ടത്, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. അതിന് ചെവി കൊടുക്കാൻ പോലും സമയമില്ല ആർക്കും. ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷയത്തിലേക്ക് വരാം. ഞാൻ ആക്ച്വലി ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്, ഒരു സിംഗിൾ പേരൻറ്റിങ് എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോൾ പോലും ആ കുട്ടി ഇപ്പോൾ കൊല്ലത്താണ്, സജിനയുടെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെയും കുറവ് അവനൊരിക്കലും ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഞങ്ങൾ അതിനെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെയും നമ്മളവിടെ ഉണ്ട്. എല്ലാ വീക്കിലും ഞാൻ അവനൊരു 2 അതായത് എൻ്റെ വർക്കില്ലാത്ത സമയത്തൊക്കെ അവൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സജിനയും അതുപോലെ തന്നെ അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച് പല സമയങ്ങളിലും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും അവൻ ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. അവന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ എത്ര ബിസിയാനും സമയം മാറ്റി വെക്കാറുണ്ട്. സജിനയായാലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ദൂരെ, ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത്, ഇപ്പോൾ ഷൂട്ടുമായിട്ട് എറണാകുളത്ത് നിൽക്കുന്നത്. ഞാൻ ഇവിടുന്നായാലും വീഡിയോ കോളിലായാലും അവൻ്റെ കാര്യങ്ങൾ കേൾക്കാനും അതിനൊക്കെ സമയം കൊടുക്കുന്നു. കാരണം ഇവർക്ക് അവരുടെ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇടപെടുക, അവർക്ക് ചെവി കൊടുക്കുക, ഇതൊരു പ്രധാന കാരണമാണ്. സമയം കൊടുക്കുക. ഈ സ്നേഹം കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ ഈ തലമുറയ്ക്ക്. അല്ലാതെ നമ്മൾ അവൻ അങ്ങനെ ആയിപ്പോയി, അവനൊരു കുറ്റക്കാരനായ ശേഷം വേറെ ഒന്നും തിരക്കുന്നില്ല. അവനെ അങ്ങ് കുറ്റക്കാരനെ മുദ്രകുത്തിപ്പെട്ട് അവൻ എങ്ങനെ ആയി എന്നുള്ള അതിൻ്റെ റൂട്ട് കോസ് ഒന്നും മനസ്സിലാക്കാതെയാണ് അവനെ പഴിക്കുന്നത്. അതിന് എല്ലാവരും ഉത്തരവാദികളാണ്. നിങ്ങൾ ചുമ്മാ ടി വി എടുത്തിട്ട് നമ്മൾ ആരെയാണ് ഇപ്പോൾ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്? ടി വി എടുത്ത് നിങ്ങളൊരു നമ്മുടെ ഇവിടെ ഭരിക്കുന്ന ആൾക്കാരുടെ ഒരു നിയമസഭയിൽ ഒരു സംഭവം കണ്ടുപോക്ക്. അതിനകത്തൊരു നല്ല വാക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും ഒരുവൻ. അസഭ്യങ്ങൾ പറയുന്നതാണ്, കൂട്ടത്തല്ലുകളാണ്. ആരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? അപ്പോൾ സമൂഹം മൊത്തത്തിൽ മാറിയിരിക്കണം. അപ്പോൾ എല്ലായിടത്തുനിന്നും അഴിച്ചുപണി വേണം. ഇവിടുത്തെ ഒരു കണ്ടീഷനിങ് ഉണ്ടല്ലോ ഇവിടുത്തെ, അത് മാറ്റിയിട്ട് അഴിച്ചുപണി തുടങ്ങണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം മകൻ 18 വയസ്സിനൊക്കെ ശേഷം ഫിറോസിനോട് ചോദിക്കുകയാണ്, ഒരു കുടുംബത്തിൻ്റെ ഒരു ഐഡിയൽ സെറ്റിംഗ് അച്ഛനമ്മ കുട്ടി എന്നുള്ളതാണല്ലോ. നിങ്ങൾ കാരണം എനിക്ക് അച്ഛനമ്മ കുട്ടി എന്നുള്ള ആ സോഷ്യൽ കൺസ്ട്രക്റ്റ് കിട്ടിയിട്ടില്ല, അതിന് നിങ്ങൾ കാരണക്കാരല്ലേ എൻ്റെ ബാല്യം നശിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായ ബോധ്യമുണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ അവൻ്റെ ബാല്യം നശിപ്പിക്കാത്ത രീതിയിലാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഞാൻ നേരത്തെ കൂട്ടിച്ചേർത്ത കാര്യം അതാണ്. ഞങ്ങൾ അവൻ്റെ ബാല്യത്തെ നശിപ്പിക്കാത്ത രീതിയിലാണ് അവനുമായിട്ടുള്ള മിംഗ്ലിങ്. അവന് ശരിക്കും ഞങ്ങൾ കൂടെ ഉള്ളതിനേക്കാളും അവന് ഇപ്പോഴായിരിക്കും ഏറ്റവും സന്തോഷം. കാരണം അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ട്. അതാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവൻ തന്നെയാണ്. മനസ്സിലായി? അപ്പോൾ അവൻ അങ്ങനെ ചോദിക്കേണ്ട ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന 2 പേര് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ട് കാര്യങ്ങളിലേക്ക് പോവുകയും കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുക, പിന്നെ കുട്ടികൾ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് കുട്ടിയെ കിട്ടുന്നത്. ആ ഒരു സംഭവം ഇവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് പോലും ഇവിടെ പ്രസക്തിയില്ല. അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ഫിറോസിന് മകൻ ചോദിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കും. നമ്മൾ ഒന്നും ഈ നാളെ എന്ത് സംഭവിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായി മരിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ട് പോലും മരിക്കില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട് നാളെ ഞാൻ മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ വാ തുറന്ന് സംസാരിക്കുന്ന ഇത്തരം ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നതും. മകൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കി. ഇപ്പം പെട്ടെന്ന് കുട്ടികളുടെ പെട്ടെന്നല്ല അവർ ലഹരിയിലേക്ക് പോകുന്നത്, അതിനൊരു പല സ്റ്റേജുകളുണ്ട്. ഇപ്പം മകനെ കാണാതെ മകൻ്റെ സ്വഭാവ രൂപീകരണം മാറ്റം ഫിറോസ് ട്രാക്ക് ചെയ്യുക. ഞാൻ കാണാതിരിക്കുന്നില്ലല്ലോ, ഞാൻ കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ മകനെ ഞാൻ കാണാതിരിക്കുന്നത് എപ്പോഴെങ്കിലും പറഞ്ഞു? ഞാൻ മകനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പോലും ഞാൻ നേരെ അങ്ങോട്ടാണ്, കൊല്ലത്തേക്കാണ് പോകുന്നത്. അല്ല, പിതാവ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകളിലേക്ക് രാസലഹരി ഒക്കെ വരുന്നു, ആകുലതയുണ്ട് ഒരു പിതാവ് എന്നുള്ള രീതിയിൽ. ആകുലത എന്ന് പറയാൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ അവർക്ക് വേണ്ട സമയം, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ. അവരെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെവി കൊടുക്കുക, അവരുടെ അടുത്ത് സ്നേഹമായി പെരുമാറുക. നമ്മുടെ ഈ പെരുമാറ്റമൊക്കെ ബ്രൂട്ടലായിട്ടൊക്കെ അവരുടെ അടുത്ത് പെരുമാറുക, അതൊക്കെ അവരുടെ മനസ്സിന് ലോലമായ ഒരു കാര്യമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. അത് സ്ക്രാച്ച് വീഴും. അത് കുട്ടികളെന്നല്ല, ഇച്ചിരി മുതിർന്ന ആൾക്കാരായാലും സ്ക്രാച്ച് വീഴും. മനസ്സിലായി? അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറുക, സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ മാക്സിമം അവർക്ക് സമയം സ്പെൻഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഏക ഉത്തരവെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നോക്കാതെയും കാണാതെയും ഇരുന്ന് എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയ പോലെ പോകും. പിന്നെ നമ്മൾ കൈയിട്ടടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ഡ്യൂട്ടികൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് വരുന്ന കാര്യം. പിന്നെ അതും താണ്ടി പിന്നെ പോവുകയാണെങ്കിൽ വിധി എന്നേ പറയാനാണ്. അത് അത്രേ ഉള്ളൂ.
നമുക്കെല്ലാം ഒന്നും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ഈ രാസലഹരി കുട്ടികളിൽ ഒരുപാട് പെരുകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. വളരെ എളുപ്പമാണിന്ന് അതിലേക്ക് എത്താൻ എന്നുള്ളത്. പണ്ട് കാലത്ത് പാക്ക് സിഗരറ്റ് എന്നുള്ളത് ഇന്ന് MDMAയും കൊക്കൈനും പെത്തഡിനും ഒക്കെയാണ് എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. പേടിക്കേണ്ടതുണ്ടോ? 100% പേടിക്കേണ്ടതുണ്ട്. 100% പേടിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ബീഡി, സിഗരറ്റ്, പിന്നെ മദ്യം പോലെയുള്ള സാധനങ്ങളിൽ നിന്ന് MDMA, കൊക്കൈൻ പോലെയുള്ള സാധനങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഇതിലും വലിയ മാരകമായിട്ടുള്ള സാധനം ഇനിയുണ്ട് വിദേശ രാജ്യങ്ങളിൽ. എനിക്ക് തോന്നുന്നു ഫാൽക്കെ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു സാധനമുണ്ട്. ഇതെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വാമ്പയറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അത് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ ബസ്സിൽ കൊണ്ട് തല വെച്ച് ഇടിച്ചിട്ട് ഗ്ലാസ് പൊട്ടിക്കുക, അവർ കംപ്ലീറ്റ് വാമ്പയറിനെ പോലെ ആവും. ആ കെമിക്കൽ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ആ ഡ്രഗ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാകും. ഈ MDMA വരെ എത്തി നിൽക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ ഇനി അതും വരാം. അപ്പം ഇപ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ട, കാരണം താമസിച്ചു എങ്കിലും അധികം താമസിച്ചിട്ടില്ല, ഇപ്പോഴെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കാതെ, ഇത് നമ്മുടെ നിയമപാലകരും പൊളിറ്റീഷ്യൻസും ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെല്ലാം ഒത്തൊരുമയോടെ നിന്ന് ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ റൂട്ട് കോസസിനെ ബ്രേക്ക് ചെയ്യുക. ഇപ്പോഴും നമ്മൾ കാണുന്നത് ഒരു കാരിയർ, അതായത് ഒരു ഇത്ര രൂപയുടെ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സുമായിട്ട് വരുന്ന ഒരുത്തരെ പിടിച്ചിട്ട് ഫോട്ടോയും കാണിച്ച് അവൻ്റെ ഭാവി നശിപ്പിച്ചിട്ട് ഇതാക്കുന്നത്. മനസ്സിലായി? അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക. ഈ ഭാവി നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം തന്നെ എനിക്ക് പറയാം. പുള്ളി ഒരു സ്ഥലത്ത് CA SHO ആയിട്ടിരിക്കുന്ന ആളാണ്. പുള്ളി അടുത്തിടയ്ക്കൊരു പയ്യനെ കഞ്ചാവിൻ്റെ ഇതിൽ പിടിച്ചിരുന്നു. അപ്പോൾ പത്രക്കാരൊക്കെ ഫോട്ടോ എടുക്കും, സ്വാഭാവികം അങ്ങനെയാണല്ലോ. പുള്ളി ആ ഫോട്ടോ കൊടുത്തില്ല. പുള്ളി അവന് വേണ്ട ശിക്ഷകളൊക്കെ കൊടുത്തെങ്കിലും ഫോട്ടോ കൊടുത്തില്ല. അപ്പോൾ ഞാനത് ചോദിച്ചു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ ഇങ്ങനെ പലരെയും പിടിച്ചാലും ഫോട്ടോ കൊടുക്കില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അവനൊരു പഠിക്കുന്ന പയ്യനാണ്. ഇപ്പോൾ ഞാൻ പിടിച്ചിട്ട് അവൻ്റെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പേരുമൊക്കെ അതിൽ വരും, നല്ല ഇതായിട്ട് തന്നെ വരും, അതൊക്കെ പ്രൗഡാണ്. പക്ഷേ അവൻ്റെ ഫ്യൂച്ചർ അതോടെ പോകും. അവന് ലോകം മുദ്ര കുത്തും. അവന് തിരുത്താനുള്ളൊരു അവസരം കൂടി കൊടുക്കണം. അവന് ചെയ്തതിന് ശിക്ഷ കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം പിന്നെ അവൻ ആ കണ്ണിലേ കാണും. അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കത്തില്ല. അങ്ങനെ പുള്ളി അങ്ങനെ പറഞ്ഞ് ഇതാക്കിയിട്ട് എത്രയോ പേര് പിന്നീട് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. മനസ്സിലായി? അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ കൂടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. മൾട്ടിപ്പിൾ ടൈമിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാം, ഫോട്ടോ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ആദ്യമായിട്ടോ അല്ലെങ്കിൽ പോട്ടെ രണ്ടാമതായിട്ടോ പിടിച്ച ഒരുത്തൻ്റെ ഫോട്ടോ കൊടുത്തതിൻ്റെ ഭാവി നശിപ്പിക്കലല്ല വേണ്ടത്. അതും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ പോലും നമ്മൾ ഇവിടെ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന കോലാഹലങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനെയും ചെറിയ ചെറിയ കാരിയേഴ്സിനെയാണ് എടുത്ത് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് കോസസിലെ വലിയ വലിയ മാഫിയകൾ ഇപ്പോഴും കാണിക്കുന്നില്ല, ഇല്ലേ? പ്രൊഡക്ഷൻ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, 25,000 കോടി രൂപയുടെ ഡ്രഗ്സാണ് എവറി ഇയർ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 25,000 കോടി രൂപയുടെ. അപ്പോൾ എന്തുമാത്രം ഒരു ബെൽറ്റായിരിക്കും അത്? അതിലെവിടെ നിൽക്കുന്നവരാണ് ഈ പിടിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രില്യൻറ്റ് ഫോഴ്സാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഫോഴ്സ്. അവർ ചോദിച്ചാൽ നടക്കില്ലേ? ഇവിടുത്തെ നിയമപാലകർ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് വേണമെന്ന് വെച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് ഇവർക്കുള്ള അനുമതി കൊടുക്കണം. പോലീസുകാർക്ക് അതിൻ്റെ അനുമതി കൊടുക്കണ്ടേ? അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം, ഒരുപക്ഷെ രാഷ്ട്രീയക്കാർക്ക് അവരുമായിട്ട് സ്വാധീനം ഉണ്ടാകാം. ഒരു സിനിമ കഥ പറഞ്ഞതുപോലെ, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ഡ്രഗ് മാഫിയയാണ് ഒരു പൊളിറ്റിക്സ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കണ്ടേ, ഇത്രയും ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഫണ്ടേഴ്സ് ഉണ്ടാകും? നമ്മൾ ചിന്തിച്ച് പോവുകയാണത്. കാരണം ഇങ്ങനെ ഈ ഒരു ലോകം ആയതുകൊണ്ട് തന്നെ. നാരായണിയുടെ ആൺമക്കളിനെ പറ്റിയിട്ടും, നാരായണയുടെ ആൺമക്കൾ ആക്ച്വലി ഞാൻ കണ്ടില്ല. പക്ഷെ അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട്. അതായത് ഒരു സഹോദരനും സഹോദരിയും കസിൻസ് ആണ്. വളരെ മോശമാണ്. അങ്ങനെ ഒരു കോണ്ടന്റ് വന്നാൽ പ്രശ്നമാണ്, അത് വികലാണെന്ന് പറയാനുള്ള കാര്യം. അങ്ങനെ ഒരു കോണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഒരു സിനിമ പറയരുത്? എന്തിനാണ് അങ്ങനെ ഒരു സാധനം, ഇത് മനസ്സിൻ്റെ ഏഴയില്ലാത്ത പോലും ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനൊരു സാധനം പറയുന്നത്? വേറെ എന്തെല്ലാം കഥകൾ പറയാം? എത്ര പുണ്യമായ കാര്യമാണ് ഒരു സഹോദരനും സഹോദരി എന്നുള്ളത്, സഹോദരങ്ങളെന്നുള്ളത്, അമ്മയും അച്ഛനും എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കോൺസെപ്റ്റിനെ തന്നെ മാറ്റി അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആ ചിന്തിച്ചവൻ്റെ തലക്കിട്ടല്ലേ അടി കൊടുക്കേണ്ടത്? അങ്ങനെ ചിന്തിക്കണ്ട, അങ്ങനത്തെ കഥ പറയണ്ട. അങ്ങനത്തെ കഥ പറഞ്ഞാലേ ഇതിൽ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ ബന്ധം അത് ശരിക്കും ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതും ബ്രദറും സിസ്റ്ററും അല്ലേ? ആണ്. ഇരട്ടത്താപ്പല്ലേ? അല്ല, അങ്ങനെയല്ല. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ എന്ന് പറയുന്നത് കസ്റ്റംസ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മാറ്റി തന്നെ നിർത്തണം. പക്ഷേ ഒരു സ്വന്തം ഓൺ ബ്ലഡിൽ പിറന്ന ഒരു 2 മക്കൾ, അല്ലെങ്കിൽ അച്ഛനമ്മ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അതിൻ്റെ ഡെപ്ത് വളരെ വലുതാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അത് അങ്ങനെയാണ് ആ ഡെപ്ത്. കാരണം എനിക്ക് സഹോദരങ്ങളുള്ളതാണ്. ഈ നാരായണയുടെ ആൺമക്കൾ എഴുതിയ റൈറ്ററിനപ്പോൾ
മാനസികാവസ്ഥ ശരിയല്ല അല്ലെങ്കിൽ മനോവൈകൃതം അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ മാനസികാവസ്ഥ ശരിയല്ല എന്നല്ല പറഞ്ഞു, അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ മനസ്സിലായി. അങ്ങനത്തെ ഒരു സാധനം, അങ്ങനത്തെ ഒരു കഥ പറയണ്ട. നിങ്ങൾക്ക് ജനത്തിനെ വായിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പൊ എന്ത്? ആവിഷ്കാര സ്വാതന്ത്ര്യം എന്തോ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ എന്തും നമുക്ക് അങ്ങ് ആവിഷ്കരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമുക്ക്. നമ്മുടെ ഭരണഘടന തരുന്നില്ലേ എന്തും കാണിക്കാന്നുള്ളത്? ഒരിക്കലും ഇല്ല. ഭരണഘടന അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഇപ്പം നിങ്ങൾ വന്നിട്ട് അങ്ങ് കൊല്ല എന്തും തരും. എൻ്റെ സ്വാതന്ത്ര്യമാണത്. എന്നെ പിടിച്ച് ഉള്ള ഇടത്തില്ലേ തൂക്കിക്കൊല്ലല്ലേ? അങ്ങനെയില്ല. സ്വാതന്ത്ര്യത്തിന് ലിമിറ്റുണ്ട്. മനസ്സിലായോ? എല്ലാത്തിനും ഒരു ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ. മനുഷ്യർക്കുള്ളത് വിവേകമാണ്, മൃഗങ്ങൾക്കതില്ല. അവർക്ക് ഭോഗിക്കാൻ തോന്നുമ്പോൾ ഭോഗിക്കും. അവർക്ക് പിന്നെ ഭക്ഷണം വിശക്കുമ്പം ഭക്ഷണം ഹണ്ട് ചെയ്യും, ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങും. ഇത്രയുള്ള മനുഷ്യർക്ക് അതിലുപരി കുറച്ച് സാധനം കൂടെ ഇല്ലേ? അതെന്താണ് ഇവിടെ പ്രയോഗിക്കാത്തത്? അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത്. അല്ലാതെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തോൽപ്പിക്കുകയല്ല അതിന് വേണ്ടത്. വിവേകം എന്നൊരു സാധനമുണ്ട് നമുക്ക്. ഞാനപ്പോൾ അവിടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ എല്ലാ സിനിമയും തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും 1.5 മിനിറ്റിൻ്റെ സിഗരറ്റ് വലിക്കരുത് എന്നുള്ള ആഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്ന വോയിസ് ഓവർ വരുന്നുണ്ട്. വിമണിനെതിരെയുള്ള അക്രമം പണിഷബിൾ ആണെന്നുള്ള വോയിസ് ഓവറും അതിനുള്ള കാർഡ്സും ഓരോ സീനിലും അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്ത് സിനിമാക്കാരെന്താ ചെയ്യേണ്ടത്? കോമഡി, ജനങ്ങളെ മണ്ടരാക്കുന്ന കോമഡി ഇല്ല. കോമഡി ഞാൻ ഒരിക്കൽ നമ്മൾ ഇതിലൊക്കെ വൈറലായത് കോമഡി നിയമങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിരുന്ന സാധനങ്ങൾ. അതായത് കവർ ഉപയോഗിക്കരുത്, എന്നിട്ട് വിൽക്കുന്നത് സീലടിച്ച ഇതിനകത്ത് നമ്മുടെ ചിപ്സും ബാക്കി സാധനങ്ങളും കവറിനകത്താണ് വിൽക്കുന്നത്. അത് വിൽക്കാം, നമ്മളത് ഇട്ടുകൊണ്ട് പോകുന്ന കവറിലാവരുത്. ഇത് ഭയങ്കര വൈറലായ വീഡിയോ അല്ലേ? പുള്ളി പറഞ്ഞ അത് കോമഡി നിയമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കാറിൽ അതായത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ടാക്സും കൊടുത്ത് നമുക്ക് വാങ്ങാം, പക്ഷേ അത് ഒട്ടിച്ചുകൊണ്ട് പോകരുത്. ഇവിടുന്ന് പൈസ എടുത്ത് മദ്യപിക്കാം. ഈ മദ്യപിച്ചോട്ട് പോകുമ്പോൾ പോലീസ് അവിടെ നിന്ന് മാറി പിടി. എന്ത് ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളെ മണ്ടരാക്കുന്ന സാധനമാണ്. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് അതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ആ കഥാപാത്രം സിഗരറ്റ് വലിച്ചേ പറ്റൂ, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ചിലർ ആ കഥാപാത്രം അങ്ങനെ ചെയ്താലേ ആ സിനിമയ്ക്ക് പെർഫെക്ഷൻ ഉള്ളത്. അങ്ങനെ എല്ലാ സിനിമകളിലും ഇത് തന്നെയാണ്, സിഗരറ്റ് വലിക്കുന്ന സാധനമാണ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറേയൊക്കെ മറ്റേ സിനിമാക്കാർ പറയുന്നത് അല്ലെങ്കിൽ വലിയ വിജയിച്ച് നിൽക്കുന്നവർ പറയുന്നതെല്ലാം അത് ശരിയാണെന്നുള്ള ആദ്യത്തെ മണ്ടത്തരമായിട്ടുള്ള തെറ്റായ ഒരു കോൺസെപ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഞാനോട് ഇടപെട്ടോട്ടെ. ഇപ്പം നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അനുരാഗ് ഒരു സിനിമയുണ്ട്. ജോൺ എബ്രഹാമാണ് അതിലെ നായകൻ. അപ്പം അതൊരു ഫാൻറ്റസി സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ആ പ്രധാന കഥാപാത്രം സിഗരറ്റ് വലി നിർത്താൻ ദൈവത്തെ പോലെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയും സിഗരറ്റ് വലിക്കെതിരെ അയാളൊരു ചാലഞ്ച് ദൈവം വെക്കുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. അവിടെ കഥാപാത്രം സിഗരറ്റ് വലിച്ചല്ലേ പറ്റൂ? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അതാ. അപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ എല്ലാ സിനിമകളിലും അത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മിക്ക സിനിമകളിൽ എഴുതിയിട്ട് സിഗരറ്റ് വലി ചുമ്മാ ഒരു ഫാഷന് വേണ്ടിയിട്ട് അങ്ങനെ അതല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ സിനിമയിൽ അത് ആവശ്യമാണ്, അത് ജനത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലൊരു സിനിമയാണ് ഈ പറഞ്ഞ ജോണറാണെങ്കിൽ. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറഞ്ഞ നോ സ്മോക്കിംഗ് എന്ന സിനിമ ഒരാളെ സിഗരറ്റ് വലി എങ്ങനെ നിർത്താമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അത് ജനങ്ങൾ ഗുണമേ ചെയ്യുള്ളൂ, ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ ആ ഒരു പേര് പറഞ്ഞ് ഒരു നല്ല സാധനത്തെ പറഞ്ഞിട്ട് ബാക്കി എല്ലാത്തിലും അതിൻ്റെ പേരിൽ നടമാടുന്ന കുറച്ച് വിക്രിയകളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എപ്പോഴും ഈ കോളേജ് പ്രോഗ്രാംസും ഈ യൂത്തൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഫിറോസിൻ്റെ യൗവനകാലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വാല്യൂ വളരെ കുറവാണ്. നല്ല സുഹൃത്തുക്കൾ, പരസ്പര സുഹൃത്തുക്കൾ എല്ലാം ഈ പറഞ്ഞ കണക്ക് ഡിജിറ്റൽ മീഡിയയുമായി കണക്റ്റഡാണ് എല്ലാവരും. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. ഫിസിക്കൽ പണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഗെയിം എന്ന് പറയുന്ന കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്നതും ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും അവിടെയൊക്കെ ഒരു ബന്ധങ്ങളുടെ ഉടലെടുപ്പുണ്ട്. ഫിസിക്കൽ ഗെയിമിലുപരി നമുക്ക് ഒരു കണക്ഷനുണ്ട് സുഹൃത്തുക്കളുമായിട്ട്. ഇന്നതില്ല. ഇന്ന് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടോ ഇന്ന്? വേണ്ട വിധം പണ്ട് നമ്മൾ കളിച്ചതുപോലെയുള്ളൊരു ഫിസിക്കൽ ഗെയിമുകൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറുമായിട്ടും മൊബൈലുകളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. അച്ഛനും അമ്മയുമായിട്ട് വലിയില്ല. എല്ലാവരും ഇതാണ്, മൊബൈലുമായിട്ട് ഓരോ സൈഡിലങ്ങ് ഇരിക്കുകയാണ്. ഇന്ന് കൂട്ടായ്മയിൽ ഒരു ടേബിളിൽ വന്നിട്ട് എല്ലാവരും, ഇത് ഞാൻ പറയുന്നത് 100% ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്, എങ്കിലും മെജോറിറ്റി പീപ്പിൾസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ ഉണ്ട്. നമ്മുടെ വീട്ടുകാർ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുമായിട്ട് ഐ കോണ്ടാക്ട്സിലും സംസാരിക്കുമ്പോഴുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയാളോട്ട് ഹൃദയത്തിലേക്ക് കാണാൻ പറ്റുന്നുള്ളത്. പണ്ട് ഉള്ളവർ പറയും കണ്ണകലുമ്പോൾ കൽബകലും എന്നൊരു പറച്ചിലുണ്ട്. കറക്റ്റായ കാര്യമാണ്. ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നതും സഹോദരങ്ങളെ തലക്കടിച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ബന്ധങ്ങൾ വേണം.
അന്നത്തെ നമ്മുടെ ഓരോ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സോങ് കേട്ടാൽ പോലും അതിനകത്ത് ബന്ധങ്ങളുടെ വാല്യൂ കാണിക്കുന്ന പാട്ടുകളാണ്. നമുക്കതറിയാതെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകുന്ന പാട്ടുകളുണ്ട്. ഇന്ന് മെജോറിറ്റി നമ്മൾ കേൾക്കുന്ന പാട്ട് എത്രയാണ്? കൊച്ചിയിൽ കായൽ ചാടി അന്ന് നിന്നെ തട്ടൂല, കിറുക്കന്മാർക്ക് കുക്കിയാൽ പോലും എന്നെ കിട്ടൂല, പിന്നെ അതിനൊക്കിപ്പോൾ വേറെ പാട്ട് ജോയൻ്റ് ആണല്ലോ എല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടുകളിൽ പോലും ഇപ്പോഴത്തെ തലമുറയുടെ സാധനം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ സ്നേഹത്തെയും ബന്ധങ്ങളെയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നന്നാവുന്നത്. സ്നേഹമില്ലാത്തടത്തും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തടത്തും ഈ നന്നാവലൊന്നുമില്ല. എങ്ങനെയും തോന്നിയ കണക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പം ലഹരിക്കെതിരെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പണ്ടത്തെ പാട്ടുകളുടെ ഡെപ്ത് ഇല്ലെന്നോ, അല്ലെങ്കിൽ സിനിമകൾ ഇപ്പോൾ ചിരിക്കാൻ പറ്റുന്ന സിനിമകളില്ലെന്നോ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു ഞാൻ, അല്ല ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരാളുടനെ തന്തവൈബിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടും. അങ്ങനെ എന്തായാലും തന്തവൈബിന് എന്താ കുഴപ്പം? നല്ലതല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഏറ്റവും നല്ല സാധനമാണ് തന്തവൈബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്തവൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് തന്തവൈബാണ്. ഫിറോസിനോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ തന്തവൈബാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ യൂത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുള്ളൂ. ഈ നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പല പോസിറ്റീവ് കാര്യങ്ങളിലും ഞാനുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ട്രെൻഡിനൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് ഞാനും. പഴമ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ പറയുന്നത് പഴമയായാലും പുതുമയായാലും ഏതാണോ നല്ലതെന്നുള്ള കാര്യം പറയുകയാണ്. അല്ല നീ ഡ്രഗ്സ് അടിച്ച് നടക്കും, ഞാൻ ഡ്രഗ്സ് അടിക്കുക എന്ന് പറയുന്നത് പുതുമയാണെങ്കിൽ ആ പുതുമ എനിക്ക് വേണ്ട. ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്യുകയും ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്യുകയും ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഫിറോസിൻ്റെ ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. തീർച്ചയായിട്ടും. ഈ നാൾ വഴികളൊക്കെ എടുത്ത് നോക്കുക. സ്റ്റേജിൽ കൂടി തന്നെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ ഫെസ്റ്റിവൽസ് ഉണ്ട്, ഓണം അങ്ങനെയുള്ള നമ്മുടെ. അപ്പോൾ ഈ നാട്ടുകളിലൊക്കെ ഈ ക്ലബ്ബുകളിലൊക്കെ എവിടെ ക്ലബ്ബ് കണ്ടാലും ചെറുപ്രായത്തിൽ ടി വിയിലൊക്കെ വരുന്നതിന് മുമ്പുള്ള, അപ്പോൾ എവിടെ ക്ലബ്ബ് കണ്ടാലും പോയി ഡാൻസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കലാപരമായിട്ടുള്ള എല്ലാത്തിലും പോയി പങ്കെടുക്കുകയും ചിലയിടത്ത് വിൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇതായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. പിന്നെയാണ് നമ്മൾ ചാനലിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിനെ പറ്റി ഞാൻ ചോദിക്കേണ്ട സാഹചര്യം, ഇപ്പോൾ സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്യുന്ന റാപ്പേഴ്സ് ആയിട്ടുള്ള ഡാപ്സി ഉണ്ട്, വേർഡനുണ്ട്. ഇപ്പോൾ ഡാപ്സി ഉണ്ടാക്കുന്ന ചില സ്റ്റേജിൽ കാണിക്കുന്ന ചില പെർഫോമൻസുകൾ കുറച്ചധികം ഓവർഡു ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കോലാഹലമാണ്. സ്റ്റേജിൽ പലപ്പോഴും പെർഫോം ചെയ്യുന്നത് എന്താ പറയുക, ഓഡിയൻസിനെ മടുപ്പിക്കുന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ആര്യ ഉൾപ്പെടെയുള്ള അവർ അദ്ദേഹത്തിനുള്ള വാല്യൂവിനുള്ള പെർഫോമൻസ് അല്ല അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് അധികം പണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിധത്തിലല്ല സ്റ്റേജിനെ ബഹുമാനിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇപ്പോൾ വേടൻ ഉൾപ്പെടെ വളരെയധികം ഹൈ ആയിക്കൊണ്ടിട്ട് ഒരു അശ്ലീല പദം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്രയോ ആളുകൾക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള സ്റ്റേജിനെ അപമാനിക്കുക എന്നുള്ള വിമർശനവുമുണ്ട്. ഈ പ്രകടനങ്ങളിലെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രസൻറ്റേഷൻ രീതികൾ, അല്ലെങ്കിൽ ആളുകളെ ഉപദേശിക്കുന്ന വിധം, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 20 വർഷത്തിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിയിൽ ഫിറോസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ഓഡിയൻസ് എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കുക. അപ്പം ഈ വേടനെ പോലെയുള്ളവരുടെയും ഇവരുടെയൊക്കെ ഓഡിയൻസ് അവർ ഓൾറെഡി എനിക്കറിയില്ല, ഞാൻ കേട്ടിരിക്കുന്നത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പല കോർഡിനേറ്റേഴ്സും നമ്മളോട് കണക്ഷൻ ഉണ്ട് എനിക്ക് പറയുന്നത്. ഞാൻ കാണാത്തൊരു കാര്യം, അതിൽ പൂർണ്ണമായിട്ട് എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, പക്ഷേ കേട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് വരുന്ന ഓഡിയൻസും ഇപ്പം മലബാർ എന്നൊക്കെ പറഞ്ഞത് വളരെ അരോചകമായ സാധനമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയൻസും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് ഇതുപോലെ സിന്തറ്റിക് അടിച്ചിട്ട് വന്നൊന്ന് ബോധമില്ലാതെ നിൽക്കുന്നവർക്കായിരിക്കും. ബോധത്തോടെ ഇരുന്ന ഒരു പക്ഷേ ഒരു പരിധി വരെ ഇത് കാണാൻ പറ്റില്ല, മനസ്സിലായി. പിന്നെ ഈ സ്റ്റേജ് ആയാലും എവിടെ ആയാലും ജനങ്ങളോട് കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റേജിൽ കയറി ഇന്ന് പുഴുത്ത തെറി വിളിക്കുന്ന എല്ലാ ക്വാളിറ്റി ഇതിൽ പറഞ്ഞ ഒരാൾ കയറുന്നിട്ട് തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു. അത് ഇതിൽ കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ എന്തോ റീലിൽ വന്നപ്പോൾ. അപ്പോൾ അതിനെയൊക്കെ ആ തെറി വിളിച്ചപ്പോൾ ഭയങ്കര കയ്യടി. അപ്പോൾ പിന്നെ ഇവൻ എന്താ ചെയ്യുന്നത്, ഈ ഗായകൻ പിന്നെയും ചെയ്യുന്നത് അതിന് മേലുള്ള തെറി വിളിക്കും. കാരണം ആദ്യം ഒരു തെറി വിളിച്ചപ്പോൾ തന്നെ കയ്യടി കിട്ടിയപ്പോൾ പിന്നെ അവൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരും ഇത്രയും ഓഡിയൻസും അവന് കയ്യടിച്ചവന് പ്രോത്സാഹനമാണ് അവന് കൊടുത്തത്. നേരെ മറിച്ച് ആ തെറി വിളിക്കുന്ന സമയത്ത് അവന് അതിനുള്ള മറുപടി കൊടുത്തിരുന്നെങ്കിൽ അവൻ പിന്നെ തെറി വിളിക്കുമോ? അപ്പോൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയുള്ള ഓഡിയൻസും ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് ഉണ്ടല്ലോ, എന്തുവാണ് കാണിക്കുന്നത്? ആക്ച്വലി അതൊക്കെ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട്. അവരൊക്കെ ലക്ഷങ്ങളാണ്. അതിലൊരു പയ്യൻ വന്ന് 20 ലക്ഷം രൂപയൊക്കെയാണ് എൻ്റെ ഡെയിലി മന്ത്ലി വരുമാനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട്.
അപ്പോൾ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വളരും. ഒരു വലിയ വിജയം നേടിയൊരു സിനിമ സംവിധായകനുണ്ട്. അദ്ദേഹം ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ സിനിമ പകുതിക്ക് വെച്ച് അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ പറ്റാതെ ആ സിനിമയിലെ പ്രധാന നടനാണ് ആ സിനിമ സംവിധാനം ചെയ്തതെന്നും അദ്ദേഹം ഇപ്പോഴും ആ പടത്തിൻ്റെ ആ ഒരു വലിപ്പം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ടോ? അതായത് ആ അവസ്ഥ മാറിയോ? അതിനെപ്പറ്റി അവെയറാണോ ഫിറോസ്? അല്ല, ഞാൻ അത് പറഞ്ഞ 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോഴും ഈ ഒരു എന്താണ് സിനിമയിൽ കുറച്ച് ഹേമ കമ്മിറ്റി സംഭവങ്ങൾ വന്നതിന് ശേഷം ഇത് നടക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും നടക്കുന്നു. ഇതിപ്പോഴും ഒരു ഭാഗികമായി അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ടത്തത് പോലെയൊന്നും ഇപ്പോഴും വിളിച്ചിട്ട് അടുത്ത നിനക്ക് ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയുന്ന ആ തലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ റൂട്ടുകളാണ് പക്ഷേ അതിന് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞത് കണക്ക് തന്നെ ചില താരങ്ങൾ ഒക്കെ അത് പേര് പറയുന്നില്ല, ചില താരങ്ങൾ ഈ ഡ്രഗ്സ് പോലെയുള്ള വസ്തുക്കൾ നടിമാർക്ക് അങ്ങനെ അതിന് ബില്ലിങ് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നടിമാരുണ്ട്. അവർക്ക് ഡ്രഗ്സ് കൊടുക്കുകയും പകരം അവർക്ക് ഫിസിക്കൽ റിലേഷൻ നടത്തുകയും ഒക്കെ ആവശ്യപ്പെടുകയല്ല, അത് നടത്തുകയും ചെയ്യുന്ന. കാരണം ഡ്രഗ്സിൻ്റെ ഒരു കേന്ദ്രത്തിലേക്ക് വരെ വിളിച്ചു വരുത്തിയാൽ പിന്നെ ആഫ്റ്റർ ദാറ്റ് അത് കൂടെ അതിനകത്ത് അത് അവരും ബില്ലിങ്ങായിട്ട് വരുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് സൊസൈറ്റിയിൽ. കാരണം ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ MDM ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റിന് അത്യാവശ്യം വിലയുണ്ട്. 2000-3000 രൂപ ഒക്കെ വിലയുള്ളതുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ മേടിക്കാൻ പറ്റില്ല പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ഇവിടെ IT മേഖല, ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ IT മേഖല പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ആഷ്പൂഷായിട്ട് നടക്കുന്ന. കാരണം എല്ലാവർക്കും സൊസൈറ്റിയിൽ ഭയങ്കര സപ്പോർട്ട് കാണിക്കണമെന്നുള്ള ഇതൊരു ഇതായി മാറിയ, അതായത് ക്രെഡിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണച്ചാക്ക് പയ്യന്മാരുണ്ട്. പണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കാത്ത പയ്യന്മാർ, ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് രീതിയിലൊക്കെ എന്ന് പറയുന്നത് വീട്ടിന് നാട്ടിനും കൊള്ളാത്ത കുറേ തെണ്ടികളുണ്ട്. യുവമാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുക്കുകയും ഹൗസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് കൊടുക്കുകയും അവരെ ഫിസിക്കലി യൂസ് ചെയ്യുകയും. അത് ഈ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെണ്ണിന് മാത്രമല്ല ഒതുങ്ങുന്നത്. 3 4 വരെ ഗ്രൂപ്പ് സെക്സ് വരെ നടക്കുന്ന സംഭവമുണ്ട് എറണാകുളത്ത്. അതാണ് ഏറ്റവും നമുക്ക് ദയനീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഒന്ന് എറണാകുളം എന്നല്ല, ഞാൻ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ കാര്യം പറയാൻ പറ്റുന്നത്. നിങ്ങൾ ചുമ്മാ ഒന്ന് ഒരു നൈറ്റിലോ ഒരു സന്ധ്യ സമയം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഈ കഫേ പോലെയുള്ള കഫ്റ്റീരിയ അങ്ങനെയുള്ള ഇത് അല്ലെങ്കിൽ പബ്ബുകളൊക്കെ ഒന്ന് കറങ്ങി നോക്കെ. പെൺകുട്ടികൾ ഓപ്പണായിട്ട് നിന്ന് അവിടെ സിഗരറ്റ്, നിങ്ങൾ ആ കലൂർ ഭാഗമില്ലേ സ്റ്റേഡിയത്തിൻ്റെയൊക്കെ 4 സൈഡ് ചുമ്മാ ഒന്ന് കറങ്ങി നോക്ക്. അവിടെ സ്റ്റൈലിഷായിട്ട് നിന്നാണ് പെൺകുട്ടികൾ മറ്റേ സിഗരറ്റൊക്കെ ഇങ്ങനെ വലിക്കുന്നത്. അത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു പയ്യന്മാർ പോലും ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞാൽ പോലും ഒരു സിഗരറ്റ് വലിച്ചാൽ ആരെയും കാണാതെ നിന്ന് വലിക്കാനാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ +2 പഠിക്കുന്ന പെൺകുട്ടികൾ വരെ വളരെ ഇത് മറ്റുള്ളവർ കാണുമ്പോഴാണ് ഇവർക്കൊരു അന്തസ്സ് എന്ന രീതിയിലാണ് ഇത് വലിക്കുന്നത്. സിഗരറ്റ് മാത്രമല്ല, സിഗരറ്റൊക്കെ ഇപ്പോൾ പഴഞ്ചൻ സ്റ്റൈലായി. ഇപ്പോൾ അതൊക്കെ മേലെയാണ്. കഞ്ചാവും പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊക്കൈൻ മറ്റൊരു തലത്തിലേക്ക് പോയി. സൊസൈറ്റി ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ 50% തെറ്റുകൊണ്ട് 50% ശരിയുണ്ട് ഞാൻ ചെയ്തതിലെന്ന് പറഞ്ഞല്ലോ ഇത്തിരി മുമ്പ്. അല്ല, ശരിയും തെറ്റ് അങ്ങനെയല്ല. 50% ഞാൻ ചെയ്ത ശരിയും 80% തെറ്റും 50% തെറ്റും എന്നുള്ള കാര്യമല്ല. എല്ലാ മനുഷ്യർക്കും തെറ്റും ശരിയും കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റൊരാളുടെ കണ്ണിൽ കൂടി നമ്മൾ നോക്കുക. തിരുത്തിയൊരു തെറ്റെന്താ? അങ്ങനെ ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു തെറ്റ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾ തോന്നുമ്പോൾ, കാരണം എല്ലാവർക്കും ഇഷ്ടമായ, ഇപ്പോൾ സൂരജിന് ഇഷ്ടമായ ഉത്തരങ്ങളായിരിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ന് കരുതി ഞാൻ ഇപ്പോൾ നിങ്ങളെ കണ്ണിലാ എനിക്ക് പൂർണ്ണമായി മാർക്ക് തരണമെന്നില്ല. ആ ആസ്പെക്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്ത ഒരാളല്ല. മനസ്സിലായി? എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, തീർച്ചയായും നമ്മൾ അത് കൂടെ അക്സെപ്റ്റഡ് ആണ്. ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയൊന്നും ആവണമെന്നില്ല. എൻ്റെ അറിവ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പം അത്രേ എനിക്ക് അറിയാവുമായിരിക്കും. ഞാൻ അത് ഡെലിവറി ചെയ്യുമ്പോൾ അത് തെറ്റായി ആയിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്. എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മറ്റൊരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. എൻ്റെ സുഖങ്ങൾ കാരണം വേറൊരാൾ വേദനിക്കാൻ പാടില്ല. മനസ്സിലായി? അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പുതിയ തലമുറയോട് ഒരുപാട് പറയാനുണ്ട് ഫിറോസിനെന്നറിയാം. അത് തുടരട്ടെ. സിനിമാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. നേരത്തിന് ഒരുപാട് നമസ്കാരം. താങ്ക് യു.